കനത്ത ചൂടിനെ തുടർന്ന് ഇടുക്കി മൂന്നാറിലെ സ്ഥിതി അപകടകരം. UV ഇൻഡെക്സ് റേറ്റ് 8-ൽ എത്തിയിട്ടുണ്ട്. അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത്. പുറത്തിറങ്ങുമ്പോൾ തലയും ശരീരവും മറയ്ക്കണം, നേരിട്ട് വെയിൽ കൊള്ളരുത്. വിനോദസഞ്ചാരികൾക്ക് ആവശ്യമായ മുന്നറിയിപ്പുകൾ നൽകാൻ ടൂറിസം വകുപ്പിനും DTPCക്കും നിർദ്ദേശം നൽകി. സമ്മാനതകളില്ലാത്ത പകൽച്ചൂടിൽ കേരളം വെന്തുരുകയാണ്. കോടമഞ്ഞിനും കുളിരിനും പേരുകെട്ട മൂന്നാറിലും ഉയർന്ന പകൽച്ചൂട് പ്രതിസന്ധിയാകുന്നു. ചൂടേറിയതോടെ മൂന്നാറിലെ UV ഇൻഡെക്സ് റേറ്റ് 8-ലെത്തി. ഇതോടെ അതീവ ജാഗ്രത വേണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേരിട്ട് വെയിൽ കൊള്ളരുതെന്നും പുറത്തിറങ്ങുമ്പോൾ പരമാവധി തലയും ശരീരവും മറയ്ക്കണമെന്നും വിനോദസഞ്ചാരികൾക്ക് ആവശ്യമായ മുന്നറിയിപ്പുകൾ നൽകാൻ ടൂറിസം വകുപ്പിനും DTPCക്കും നിർദ്ദേശം നൽകി കളക്ടർ. UV റേഡിയേഷൻ അപകടകരമാണ്. കാരണം വെച്ചാൽ ഈ ഒരു UV ഇൻഡെക്സ് 8 എന്ന് പറയുമ്പോൾ ഒരു എക്സ്ട്രീം സിറ്റുവേഷൻ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ അത് കുറച്ചുകൂടെ കരുതണം. അപകടം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ, വെയിലത്തോട്ട് ഇറങ്ങുമ്പോൾ പരമാവധി കവർ ചെയ്യാന്നുള്ളതാണ് അതിൻ്റെ ഒരു പരിഹാരം. ഏപ്രിൽ മെയ്യിൽ സമ്മർ ആസ്വദിക്കാൻ വേണ്ടി കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ വിദേശത്തു നിന്നൊക്കെ ധാരാളം ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ മുന്നറിയിപ്പുകൾ ഞങ്ങൾ DTPCക്കും അതുപോലെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിനും കൂടി നിർദ്ദേശം നൽകുന്നുണ്ട്. എല്ലാ ലോക്കൽ ബോഡികൾക്കും നിർദ്ദേശം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് സംബന്ധിച്ച് അറിയിപ്പുകൾ പ്രാദേശികമായിട്ടും നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. 11 മണി മുതൽ 3 മണി വരെ ആ പ്രവൃത്തികളിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് തോട്ടം മാനേജ്മെന്റുകൾ പാലിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ ഉറപ്പുവരുത്താം. 11 മണി മുതൽ 3 മണി വരെ കൊടുംചൂടിൽ തൊഴിലാളികളെ പണിയെടുപ്പിക്കരുതെന്നും തോട്ടം മാനേജ്മെന്റിന് നിർദ്ദേശം നൽകുമെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി. അതേസമയം കൊടുംചൂടിൽ ആശ്വാസമായി ഇടുക്കിയിലടക്കം ഈ മാസം 29-ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.